നമസ്കാരം. 100 ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 94 മണ്ഡലങ്ങൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക്. മൂന്നാം ഘട്ടത്തിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. അയോധ്യയിൽ തെരഞ്ഞെടുപ്പ് റാലിയുമായി പ്രധാനമന്ത്രി. കോൺഗ്രസിനും എസ് പിക്കും വിമർശനം. കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാവ് രാധിക ഖേര പാർട്ടി വിട്ടു. കെ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മടങ്ങിയെത്തുന്നു. പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ ഹൈക്കമാൻഡ് സുധാകരന് അനുവാദം നൽകി. ചുമതല ചൊവ്വാഴ്ച ഏറ്റെടുക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കടൽ കയറി. തിരുവനന്തപുരം പൂത്തുറയിൽ വീടുകൾ ഭാഗികമായി തകർന്നു. കൊല്ലത്തെ തീരമേഖലയിലും കടലാക്രമണം. തൃശൂർ കൊടുങ്ങല്ലൂരിലും ആലപ്പുഴ ആറാട്ടുപുഴയിലും കടൽ കയറി. സംസ്ഥാനത്തെ ഉയർന്ന ചൂടിന് ശമനമില്ല. ബുധനാഴ്ചയോടെ വേനൽ മഴ സജീവമായേക്കും. നിയന്ത്രണം ലംഘിച്ച് സഞ്ചാരികൾ ഫോർട്ട് കൊച്ചി ബീച്ചിൽ ഇറങ്ങുന്നതായി പരാതി. ലൈഫ് ഗാർഡന്മാർക്ക് സഞ്ചാരികളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലിൽ ഇറങ്ങുന്നത് കളക്ടർ നിരോധിച്ചിരുന്നു. ലൈംഗിക പീഡന കേസിന്റെ അന്വേഷണത്തോട് സഹകരിക്കേണ്ടെന്ന് രാജ്ഭവൻ ജീവനക്കാർക്ക് പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസിന്റെ നിർദ്ദേശം. ഭരണഘടനാ പരിരക്ഷയുള്ളതിനാൽ FIR ഇട്ട് അന്വേഷണം നടത്താൻ പോലീസിന് അധികാരമില്ല എന്ന് CV ആനന്ദബോസ്. വിവാദ KSRTC ഡ്രൈവർ യദുവിനെതിരെ പോലീസിന്റെ നിർണായക കണ്ടെത്തൽ. മേയറുമായുള്ള തർക്ക ദിവസം ഡ്രൈവിംഗിനിടെ യദു ഫോൺ ഉപയോഗിച്ചു. നിർണായക അന്വേഷണ വിവരങ്ങൾ KSRTCക്ക് കൈമാറും. യദുവിനെതിരായ നടി റോഷ്ന ആൻഡ്രോയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ 24നോട്. ഗുസ്തി താരം ബജ്രംഗ് പൂനിയയ്ക്ക് സസ്പെൻഷൻ. ദേശീയ ഉത്തേജക വിരുദ്ധ സമിതിയുടെ നടപടി യൂറിൻ സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചെന്ന് ചൂണ്ടിക്കാട്ടി. താരത്തിന്റെ പാരീസ് ഒളിമ്പിക്സ് പ്രതീക്ഷകൾ തുലാസിൽ. പൂനിയയുടെ സസ്പെൻഷൻ ഗുസ്തി താരങ്ങളുടെ സമരത്തെ നയിച്ചതിലുള്ള കേന്ദ്രത്തിന്റെ പ്രതികാര നടപടിയെന്ന് ആക്ഷേപം. ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ മുൻമന്ത്രി HD രേവണ്ണ 4 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ. പ്രജ്വൽ രേവണ്ണ ഉടൻ കീഴടങ്ങുമെന്ന് സൂചന. അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് പോലീസിനെ അറിയിച്ച് JDS നേതൃത്വം. പൂഞ്ചിലെ ഭീകരാക്രമണം ചൈനീസ് സഹായത്തോടെയെന്ന് പ്രാഥമിക നിഗമനം. ഭീകരർ ഉപയോഗിച്ചത് ചൈനീസ് ബുള്ളറ്റുകളെന്ന് കണ്ടെത്തൽ. വീരമൃത്യു വരിച്ച സൈനികന് ആദരമർപ്പിച്ച് വ്യോമസേന. പൂഞ്ച് ആക്രമണം BJPയുടെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്ന് പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ചരൺജീത് സിംഗ് ചന്നി. തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള BJPയുടെ ആസൂത്രണമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ആരോപണം. മനുഷ്യ വന്യജീവി സംഘർഷം ചർച്ച ചെയ്യാൻ വിദഗ്ധ സമിതിയുടെ യോഗം നാളെ ചേരും. മന്ത്രി AK ശശീന്ദ്രൻ, ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണു, വനംവകുപ്പ് മേധാവി ഗംഗാ സിംഗ് തുടങ്ങിയവർ പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സ്ഥാപിച്ച ബോർഡുകളും പോസ്റ്ററുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യാൻ ആഹ്വാനം ചെയ്ത് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. മുഴുവൻ പ്രചാരണ സാമഗ്രികളും ഈ മാസം 10-നകം നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശം. CPIM ജില്ലാ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ദേവികുളം മുൻ MLA S രാജേന്ദ്രനുമായി BJP നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. BJP മധ്യമേഖലാ പ്രസിഡന്റ് N ഹരിയും സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള ദേവിയും രാജേന്ദ്രന്റെ വീട്ടിലെത്തി. കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമില്ലെന്ന് S രാജേന്ദ്രൻ. കോഴിക്കോട് കൊയിലാണ്ടി പുറംകടലിൽ ഇറാനിയൻ ബോട്ട് കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിലെടുത്തു. കന്യാകുമാരി സ്വദേശികളായ 6 മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടിലുള്ളത്. കൊച്ചി പനമ്പിള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ചികിത്സയിൽ കഴിയുന്ന യുവതി ഗുരുതരാവസ്ഥയിൽ. അണുബാധ ശരീരത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. പെൺകുട്ടിയെ ജനറൽ ആശുപത്രിയിൽ നിന്ന് മാറ്റി. കുഞ്ഞിന്റെ DNA സാമ്പിൾ ശേഖരിച്ച് പോലീസ്. നടപടി താൻ പീഡനത്തിന് ഇരയായെന്ന പെൺകുട്ടിയുടെ മൊഴി പരിഗണിച്ച്. എറണാകുളത്തെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ യുവതി കുഞ്ഞിന് ജന്മം നൽകി. സുഹൃത്തുക്കളാണ് പോലീസിൽ വിവരം അറിയിച്ചത്. പോലീസ് എത്തി കുഞ്ഞിനെയും അമ്മയെയും ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷം. ഇന്നലെ ഉപയോഗിച്ചത് 112.57 ദശലക്ഷം യൂണിറ്റ്. നിയന്ത്രണം കടുപ്പിക്കേണ്ടി വരുമെന്ന നിലപാടിൽ ഉറച്ച് വൈദ്യുതി ബോർഡ്. ദേശീയ തലത്തിലെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് പൂർത്തിയായി. രാജ്യത്ത് 24 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. സംസ്ഥാനത്ത് 1.44 ലക്ഷം പേർ പരീക്ഷ എഴുതി. അപകടത്തിന് പിന്നാലെ ബൈക്ക് യാത്രികൻ വഴിയിൽ ഉപേക്ഷിച്ച സഹയാത്രികനായ സുഹൃത്ത് മരിച്ചു. മരിച്ചത് പത്തനംതിട്ട നെല്ലിക്കാല സ്വദേശി സുധീഷ്. അപകടമുണ്ടായത് സുധീഷിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോകുമ്പോൾ. ബൈക്ക് ഓടിച്ചിരുന്ന കുലശേഖരപതി സ്വദേശി സഹദ് പോലീസ് കസ്റ്റഡിയിൽ. കായംകുളം പുനലൂർ റോഡിലെ സാഹസിക യാത്രയിൽ 5 യുവാക്കൾക്കും ശിക്ഷ. സാമൂഹിക സേവനം.
മാവേലിക്കര ജോയിന്റ് RTOയുടേതാണ് നടപടി. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 4 ദിവസം സന്നദ്ധ സേവനം നടത്തണം. ലാവ്ലിൻ കേസ് വീണ്ടും സുപ്രീം കോടതിയിലേക്ക്. അന്തിമവാദത്തിനായി ബുധനാഴ്ച ലിസ്റ്റ് ചെയ്തു. CBI നൽകിയ അപ്പീലും അനുബന്ധ ഹർജികളും പരിഗണിക്കും. കഴിഞ്ഞയാഴ്ച 2 തവണ ലിസ്റ്റ് ചെയ്തെങ്കിലും കോടതി പരിഗണിച്ചിരുന്നില്ല. സീറ്റുമായി ബന്ധപ്പെട്ട് നെഹ്റു കുടുംബത്തിന് ഭിന്നതയില്ലെന്ന് റോബർട്ട് വദ്ര. സീറ്റുകൾ നിശ്ചയിക്കുന്നത് പാർട്ടി വിഷയം. താൻ പൊതുജന സേവനം തുടരുമെന്നും ഭിന്നതയുണ്ടെന്ന തരത്തിലുള്ള വാർത്തകൾ തെറ്റെന്നും റോബർട്ട് വാദ്ര. ഉത്തർപ്രദേശിലെ മെയിൻപുരിയിൽ മഹാറാണ പ്രതാപിന്റെ പ്രതിമ വികൃതമാക്കിയ കേസിൽ 100 സമാജ്വാദി പാർട്ടി പ്രവർത്തകർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തു. ഡിംപിൾ യാദവിനു വേണ്ടി അഖിലേഷ് യാദവ് നടത്തിയ തെരഞ്ഞെടുപ്പ് റാലിക്ക് പിന്നാലെയാണ് സംഭവം. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെന്ന് പോലീസ്. കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമെതിരെ ആരോപണവുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. തെരഞ്ഞെടുപ്പ് നേട്ടത്തിനു വേണ്ടി കോൺഗ്രസ് ഹിന്ദു മുസ്ലിം ഭിന്നിപ്പുണ്ടാക്കുന്നുവെന്ന ആരോപണം. രാഹുൽ ഗാന്ധി തീ കൊണ്ട് കളിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തൽ. നാഗാലാൻഡിൽ വീടുകൾക്കും പള്ളിക്കും അക്രമികൾ തീയിട്ടു. കിൻഗുഗർ ഗ്രാമത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആക്രമണമുണ്ടായത്. ഒരാൾ കസ്റ്റഡിയിൽ. കളമശ്ശേരി HMTയിൽ റോഡിന് സമീപത്തെ കുറ്റിക്കാടിന് തീപിടിച്ചു. അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. മലപ്പുറം തിരൂരിൽ വീട്ടമ്മ മരിച്ചത് മരുന്ന് മാറി നൽകിയതിനെ തുടർന്നെന്ന ആരോപണവുമായി ബന്ധുക്കൾ രംഗത്ത്. ആശുപത്രി ഫാർമസിയിൽ നിന്ന് മാറി നൽകിയ മരുന്ന് കഴിച്ചതാണ് മരണകാരണമെന്ന ആരോപണം. മരിച്ചത് തിരൂർ ആലത്തിയൂർ സ്വദേശി ആയിഷുമ്മ. ആരോഗ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകുമെന്ന് കുടുംബം. മുല്ലപ്പെരിയാർ കേസിൽ കേരളത്തിനെതിരെ സുപ്രീം കോടതിയിൽ തമിഴ്നാടിന്റെ സത്യവാങ്മൂലം. സുപ്രീം കോടതി നിർദ്ദേശം കേരളം പാലിക്കുന്നില്ല എന്ന് തമിഴ്നാട്. അണക്കെട്ട് ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ കേരളം തടസ്സപ്പെടുത്തുന്നുവെന്നും പരാതി. മകളെ പീഡിപ്പിച്ചയാളെ കൊന്ന് അമ്മയും സഹോദരങ്ങളും ചേർന്ന് കെട്ടിത്തൂക്കി. ഛത്തീസ്ഗഡിലെ പ്രതാപ്പൂരിലാണ് സംഭവം. 4 പേർ പിടിയിൽ. വാദ്യകലാകാരൻ കേളത്ത് അരവിന്ദാക്ഷമാരാർ അന്തരിച്ചു. 45 വർഷമായി തൃശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള ഇലഞ്ഞിത്തറ മേളത്തിലെ നിറസാന്നിധ്യമായിരുന്നു. ഗാനരചയിതാവ് GK പള്ളത്ത് അന്തരിച്ചു. തൃശൂർ അമല ആശുപത്രിയിലായിരുന്നു അന്ത്യം. വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. നാളെ വൈകിട്ട് 4-ന് പാറമേക്കാവ് ശാന്തിഘട്ടിലാണ് സംസ്കാരം. മലപ്പുറം താനൂരിൽ 1.25 കോടി രൂപയുടെ സ്വർണം കവർന്ന കേസിൽ 5 പേർ പിടിയിൽ. താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കൊല്ലം കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. കുളനട സ്വദേശി നിഖിൽ, മഞ്ചള്ളൂർ സ്വദേശി സുജിൻ എന്നിവരാണ് മരിച്ചത്. കോഴിക്കോട് കൊടുവള്ളിയിൽ SIക്ക് നേരെ മദ്യപ സംഘത്തിന്റെ ആക്രമണം. കൊടുവള്ളി നെടുമല പാർക്കിന് സമീപം ഇന്ന് വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. മദ്യപാനം തടഞ്ഞതാണ് ആക്രമണത്തിന് കാരണമെന്ന് പ്രിൻസിപ്പൽ SI ജിയോ സദാനന്ദൻ 24നോട്. എറണാകുളം കാലടി യോർദാനാപുരം വല്യാട്ടുംചിറയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങിമരിച്ചു. ഇടുക്കി സ്വദേശി ജിഷ്ണുവാണ് മരിച്ചത്. നോക്കാമിനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. കണ്ണൂർ പയ്യന്നൂരിൽ യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. അന്നൂരിലെ വീട്ടിലാണ് മാതമംഗലം സ്വദേശി അനിലയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവതിയുടെ സുഹൃത്തായ മാതമംഗലം സ്വദേശി സുദർശന പ്രസാദ് ആത്മഹത്യ ചെയ്ത നിലയിൽ. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തതാണെന്ന് നിഗമനം. കോഴിക്കോട് വെസ്റ്റ് മാഹിയിൽ തലയിലൂടെ ബസ് കയറിയിറങ്ങി സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. പയ്യാനക്കൽ സ്വദേശി സുബൈദയാണ് മരിച്ചത്. ഉച്ചയോടെയായിരുന്നു അപകടം. തൃശൂർ പ്രഥമ മേയർ ജോസ് കാട്ടുകാരൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. തൃശൂർ കോർപ്പറേറ്റീവ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ നടക്കും. ഏറെ നാൾ കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹിയായിരുന്നു ജോസ് കാട്ടുകാരൻ. വീട്ടിലെ മുറിക്കുള്ളിൽ അബദ്ധത്തിൽ കുടുങ്ങിയ 2.5 വയസ്സുകാരനെ രക്ഷപ്പെടുത്തി അഗ്നിരക്ഷാസേന. മുണ്ടക്കയം പാറത്തോട്ടിലാണ് സംഭവം. കുട്ടിയെ പുറത്തെത്തിച്ചത് പൂട്ടുപൊളിച്ച്. തിരുവനന്തപുരം നരുവാമൂട്ടിൽ ഫർണിച്ചർ ഗോഡൌണിൽ വൻ തീപിടുത്തം. തീ നിയന്ത്രണ വിധേയമാക്കി. കോതമംഗലം കുടമുണ്ടയിൽ കിണർ വൃത്തിയാക്കാനിറങ്ങിയ ആൾ മുങ്ങിമരിച്ചു. വാരപ്പെട്ടി സ്വദേശി ശശിയാണ് മരിച്ചത്. കിണറിൽ ഇറങ്ങിയപ്പോൾ ശ്വാസതടസ്സമുണ്ടായി വെള്ളത്തിൽ വീഴുകയായിരുന്നു. ദക്ഷിണ മേഖല പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിന് എറണാകുളം തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ തുടക്കമായി. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പ് ഹൈബീഡൻ MP ഉദ്ഘാടനം ചെയ്തു. തേവര സേക്രഡ് ഹാർട്ട് കോളേജ് മാനേജർ ഫാദർ വർഗീസ് കാച്ചപ്പള്ളി, മഹാത്മാഗാന്ധി സർവകലാശാല സ്കൂൾ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ ബിനു ജോർജ് വർഗീസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അഭിലാഷ് ഫ്രേസർക്ക് പനോരമ ഇന്റർനാഷണൽ
ഇന്റർനാഷണൽ ലിറ്ററേച്ചർ അവാർഡ്. അഭിലാഷ് ഫ്രേസറുടെ ഫാദർ എന്ന പുസ്തകത്തിനാണ് സ്പെഷ്യൽ ജൂറി പുരസ്കാരം. ജൂണിൽ ഗ്രീസിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്യും. വിദ്യാഭ്യാസം, സാമൂഹിക പ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ അതുല്യമായ സേവനങ്ങൾ നൽകിയ ഫാദർ ജോസ് അലക്സിനെ ഗുരുവന്ദനം നൽകി ആദരിച്ചു. പരിപാടി സംഘടിപ്പിച്ചത് പൂർവ്വ വിദ്യാർത്ഥികളും ഭാരവാഹികളും ചേർന്ന്. IRD ടാറ്റയിൽ നിന്നും സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദം ലഭിച്ചിട്ട് 50 വർഷം തികയുന്ന വേളയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പൂർവ്വ വിദ്യാർത്ഥികളായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഉമ്മ തോമസ് MLA, മുൻ MLA-മാരായ ജോസഫ് പുതുശ്ശേരി, തോമസ് ഉണ്ണിയാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം ചൊവ്വന്നൂരിൽ കാട്ടുപന്നിയെ വാഹനമിടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തി. പുലർച്ചെയാണ് സംഭവം. അറേബ്യൻ പാലസ് കല്യാണ മണ്ഡപത്തിന് മുമ്പിലാണ് കാട്ടുപന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് നാദാപുരത്ത് ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന് മുകളിൽ മരം കടപുഴകി വീണ് 2 യാത്രക്കാർക്ക് പരിക്കേറ്റു. ടാക്സി ഡ്രൈവർ ഏക്കോ തസീസ്, നൌഫൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഒരാളുടെ പരിക്ക് ഗുരുതരം. കോഴിക്കോട് MDMA-യുമായി യുവാവ് പിടിയിലായത് തിരൂർ സ്വദേശി MP മുഹമ്മദ് ഷാഫി. അങ്കമാലി പുലിയനം ശ്രീനിലയത്തിൽ വിജയനെ ഈ മാസം 1-ാം തീയതി മുതൽ കാണാനില്ല എന്ന് പരാതി. മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണ്. എറണാകുളത്തും മാളയിലും കണ്ടതായി സൂചനയുണ്ട്. വിവരം ലഭിക്കുന്നവർ പോലീസ് സ്റ്റേഷനിലോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ വിവരം അറിയിക്കണം. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി പ്രധാന അറിയിപ്പുകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിൽ MBA കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ജൂൺ 2 വരെ അപേക്ഷ നൽകാം. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഓൺലൈനായി സൗജന്യ CMAT മോക്ക് ടെസ്റ്റ് നടത്തുന്നു. 250 വിദ്യാർത്ഥികൾക്കാണ് രജിസ്റ്റർ ചെയ്യാൻ സൗകര്യമുണ്ടാവുക. തിരുവനന്തപുരം കുളത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ 2024-25 വർഷത്തെ 8-ാം ക്ലാസ് പ്രവേശനത്തിന് സ്പോട്ട് അഡ്മിഷൻ ചൊവ്വാഴ്ച നടക്കും. താൽപ്പര്യമുള്ളവർ സ്കൂൾ ഓഫീസിൽ എത്തിച്ചേരണം. ദേശീയ വാർത്തകൾ. തെരഞ്ഞെടുപ്പ് ഫണ്ട് പ്രതിസന്ധിയെ തുടർന്ന് കോൺഗ്രസ് നേതൃത്വത്തെ സമീപിച്ച് കൂടുതൽ സ്ഥാനാർത്ഥികൾ. ഫണ്ടില്ലാത്തത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുന്നുവെന്നാണ് പരാതി. പ്രചാരണം ശക്തമാക്കാൻ സാധിക്കാത്തത് തിരിച്ചടിയാകുമെന്നും സ്ഥാനാർത്ഥികൾ. മണിപ്പൂരിലെ ഇംഫാലിൽ ആലിപ്പഴ വർഷം. നിരവധി വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാട്. വ്യാപക കൃഷിനാശം. കടപ്പത്രങ്ങൾ തിരികെ വാങ്ങാനുള്ള RBI തീരുമാനത്തിന് ധനമന്ത്രാലയത്തിന്റെ അംഗീകാരം. കാലാവധി എത്തും മുമ്പ് തിരികെ വാങ്ങുക. 40,000 കോടി രൂപയുടെ കടപ്പത്രങ്ങൾ. സ്വർണം കടത്താൻ ശ്രമിച്ചതിന് മുംബൈ വിമാനത്താവളത്തിൽ കസ്റ്റഡിയിലെടുത്ത അഫ്ഗാൻ നയതന്ത്ര ഉദ്യോഗസ്ഥയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും. 25 കിലോ സ്വർണമാണ് ജാക്കറ്റിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുവാദം ലഭ്യമാകുന്ന മുറയ്ക്ക് അറസ്റ്റ് രേഖപ്പെടുത്തും. ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഉൾപ്പെടുത്തി 100 രൂപ നോട്ട് പുറത്തിറക്കാൻ നേപ്പാൾ. പ്രതികരണവുമായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ. നേപ്പാളിന്റെ നീക്കം സ്ഥിതിഗതികളിലോ യഥാർത്ഥ വസ്തുതകളിലോ മാറ്റം വരുത്തില്ലെന്ന് പ്രതികരണം. ബോളിവുഡ് താരം കരീന കപൂർ യൂണിസെഫിന്റെ അംബാസിഡർ. 2014 മുതൽ താരം യൂണിസെഫിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. ഊട്ടിയിലേക്കും കൊടൈക്കനാലിലേക്കും പ്രവേശിക്കാൻ വിനോദസഞ്ചാരികൾക്കുള്ള പാസിന് ക്രമീകരണമായി. ഒരു ദിവസം നിശ്ചിത പാസ് മാത്രമാണ് അനുവദിക്കുക. മധ്യപ്രദേശിൽ മണൽക്കടത്ത് സംഘം പോലീസുകാരനെ ട്രാക്ടർ കയറ്റി കൊലപ്പെടുത്തി. മണലുമായി പോവുകയായിരുന്ന ട്രാക്ടർ തടയാൻ പോലീസ് ശ്രമിക്കുന്നതിനിടയിലാണ് കൊലപാതകം. പ്രതിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച് പോലീസ്. തമിഴ്നാട്ടിലെ നോർത്ത് വേഡലെ കടൽ തീരത്ത് നിന്ന് 97 കിലോ കടൽ വെള്ളരി പിടികൂടി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. പിടിച്ചെടുത്ത കടൽ വെള്ളരി വനംവകുപ്പിന് കൈമാറി. വംശനാശ ഭീഷണി നേരിടുന്ന കടൽ വെള്ളരി സംരക്ഷിത വിഭാഗമാണ്. രാജ്യാന്തര വാർത്തകൾ. ബോളിവുഡ് നടൻ ബെർണാഡ് ഹിൽ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. ടൈറ്റാനിക്, ലോർഡ് ഓഫ് ദ റിംഗ്സ് എന്നീ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇസ്ലാമിക് ജിഹാദ് കമാൻഡർ ഗസയിലെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ. സീനിയർ കമാൻഡറായ ഐമാൻ സെരബാണ് കൊല്ലപ്പെട്ടത്. അമേരിക്കൻ ക്യാമ്പസുകളിൽ ഇസ്രയേൽ വിരുദ്ധ പ്രതിഷേധം ശക്തം. അറസ്റ്റിലായവരുടെ എണ്ണം 2300 കടന്നു. ടെക്സസ്, ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റികളിൽ പോലീസുമായി പ്രതിഷേധക്കാർ ഏറ്റുമുട്ടി. ഗസ കൊടും പട്ടിണിയിലേക്ക് നീങ്ങുന്നുവെന്ന മുന്നറിയിപ്പുമായി UN. അടിയന്തര വെടിനിർത്തൽ വേണമെന്നും വേൾഡ് ഫുഡ് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ഇസ്രയേലുമായി വ്യാപാരബന്ധം അവസാനിപ്പിച്ച തുർക്കിയുടെ നടപടി തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തൽ. ഇസ്രയേലിന്റെ സമ്പദ് വ്യവസ്ഥയെ തീരുമാനം പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. ഗസയിലെ ആക്രമണം അവസാനിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് തുർക്കിയുടെ നടപടി.
അമിത അളവിൽ ഭൂഗർഭജലം ഖനനം ചെയ്തതോടെ ജക്കാർത്ത മുങ്ങുന്നു. $35 ബില്യൺ സുസാന്തരയിൽ ഇന്തോനേഷ്യയ്ക്ക് പുതിയ തലസ്ഥാനം ഒരുങ്ങുന്നു. ബെർണിയോയുടെ കിഴക്കൻ തീരത്താണ് നിർമ്മാണം. യുക്രൈനിലെ ഡൊണാറ്റ്സ്ക് മേഖലയിൽ റഷ്യയുടെ മിസൈൽ ആക്രമണം. 2 പേർ കൊല്ലപ്പെട്ടു. നിരവധി കെട്ടിടങ്ങൾ തകർന്നതായി വിവരം. ഇക്വഡോർ മോഡൽ ലാൻറ്റി ഗോയ്ബ്രോയെ അജ്ഞാത സംഘം വെടിവെച്ച് കൊലപ്പെടുത്തി. ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ നിന്നും ലൊക്കേഷൻ കണ്ടെത്തിയാണ് കൊലപാതകം. ആക്രമണത്തിന് പിന്നിൽ 2 അംഗ സംഘമെന്ന് അന്വേഷണ സംഘം. നോക്കാം ഇനി ബിസിനസ് വാർത്തകൾ. സാംസങ്ങിന്റെ ഗുഡ് ലോക്ക് ആപ്പ് പ്ലേ സ്റ്റോറിൽ എത്തുന്നു. സാംസങ് വഴി മാത്രം ലഭിച്ചിരുന്ന ആപ്പാണ് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാകുന്നത്. പുതിയ പോർഷെ പനമേര ഇന്ത്യയിൽ അരങ്ങേറ്റം കുറിച്ചു. എക്സ് ഷോറൂം വില 1.7 കോടി രൂപ. മാട്രിക്സ് LED ഹെഡ്ലൈറ്റുകൾ, 8-വേ പവേർഡ് ഫ്രണ്ട് സീറ്റ് എന്നിവയാണ് പ്രധാന സവിശേഷതകൾ. മാരുതി സുസുക്കി ജുമിനിയുടെ ഇന്ത്യൻ വിപണിയിലെ വിൽപ്പന കുറഞ്ഞതായി റിപ്പോർട്ട്. 400 യൂണിറ്റ് വിൽപ്പന മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമ്മർ സെയിലിൽ ഡിസ്കൗണ്ട് ഓഫർ പ്രഖ്യാപിച്ച കാർ കമ്പനികൾ മാരുതി, ഫോക്സ് വാഗൻ, ടാറ്റ മോട്ടോഴ്സ്, ഹ്യുണ്ടായി എന്നീ കമ്പനികളാണ് ഓഫർ പ്രഖ്യാപിച്ചത്. സാംസങ് ഗാലക്സി S24 അൾട്ര, S23 FE എന്നിവയുടെ വില കുറയുമെന്ന് റിപ്പോർട്ട്. ആമസോണിലും വിലക്കിഴിവിൽ വിൽപ്പന നടക്കും. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം ഇനി കായിക വാർത്തകൾ. വനിതാ 2020 ലോകകപ്പിന്റെ ഗ്രൂപ്പുകളും മത്സരക്രമവും പുറത്തുവിട്ട് ICC. ഇന്ത്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, പാകിസ്ഥാൻ ടീമുകൾക്കൊപ്പം ഗ്രൂപ്പ് എയിൽ. ഒക്ടോബർ 3 മുതൽ 20 വരെ ബംഗ്ലാദേശിലാണ് ലോകകപ്പ്. ഇന്ത്യയുടെ ആദ്യ മത്സരം 4-ന് ന്യൂസിലാൻഡിനെതിരെ. ഊബർ കപ്പ് ബാഡ്മിന്റൺ കിരീടം ചൈനയ്ക്ക്. ഫൈനലിൽ 3-0 ഇന്തോനേഷ്യയെ തോൽപ്പിച്ചു. ചൈനയുടെ 16ാം കിരീടമാണ് ഇത്. കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. ഇന്ത്യ സ്നേഹം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സിൻഡോ ഡേവിഡ് സംവിധാനം ചെയ്ത സംഭവ സ്ഥലത്തു നിന്നും എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. സംവിധായകനായ ലാൽ ജോസ്, സോഹൻ റോയ് എന്നിവരുടെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് പോസ്റ്റർ പുറത്തിറക്കിയത്. ഡയാന ഹമീദ്, സിൻസീർ, ലാൽ ജോസ്, സുധീർ കരമന എന്നീ താരങ്ങൾക്കൊപ്പം മാധ്യമപ്രവർത്തകരായ ഹാഷ്മി താജ് ഇബ്രാഹിം, ക്രിസ്റ്റീന ചെറിയാൻ എന്നിവരും വേഷമിടുന്നു. മണിച്ചിത്രത്താഴ് സിനിമയെ പ്രശംസിച്ച് സംവിധായകൻ സെൽവ രാഘവൻ. താൻ 50 തവണയെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെന്ന് പ്രതികരണം. സിനിമാ ഇൻഡസ്ട്രിക്കകത്ത് ഏറ്റവും കൂടുതൽ പ്രചോദനമായ വ്യക്തി മമ്മൂട്ടിയെന്ന് നിവിൻ പോളി. സിനിമയിലേക്ക് വരാൻ പ്രചോദനമായത് മമ്മൂട്ടി തന്നെയെന്നും നിവിൻ പോളി. മകനോടൊപ്പമുള്ള ബോളിവുഡ് താരം സോനം കപൂറിന്റെ ചിത്രം വൈറൽ. ഇൻസ്റ്റഗ്രാമിലൂടെ ചിത്രം പങ്കുവച്ച് താരം. നോക്കാമിനി വൈറൽ ട്രെൻഡ്സ്. ഇവാൻ വുക്കോമനോവിച്ച് ബ്ലാസ്റ്റേഴ്സ് വിട്ടതിൽ സങ്കടം സഹിക്കാനാവാതെ കുഞ്ഞ് ആരാധകൻ. എറണാകുളം സ്വദേശിയായ രാജേഷിന്റെയും ശ്രീജയുടെയും മകൻ ഇഷാനാണ് പൊട്ടിക്കരഞ്ഞത്. ബ്ലാസ്റ്റേഴ്സിന്റെ കട്ട ആരാധകനായ കുഞ്ഞു ഇഷാൻ എല്ലാ മത്സരങ്ങളും കാണാൻ സ്റ്റേഡിയത്തിലെത്താറുണ്ട്. ഇവിടെ വാ, അമ്മ പറഞ്ഞേക്ക്, ഇവിടെ വാ, അമ്മ കാര്യമായിട്ടോ കുഞ്ഞു, വാ, ഇങ്ങ് വാ, അമ്മ കാര്യമായിട്ടോ കുഞ്ഞു. അച്ഛനപ്പ പോയി. കുഞ്ഞു കുഞ്ഞു കുഞ്ഞുവേ, അച്ഛനപ്പ പോയപ്പാ. നോക്കാമിനി ഫാക്ട് ചെക്ക്. അമേരിക്കൻ ക്യാമ്പസുകളിൽ പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാരെ വെടിവെച്ച് കൊല്ലുമെന്ന് പറയുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പ്രതിഷേധിച്ചവർക്ക് നേരെ ഭീഷണി മുഴക്കുന്ന മുൻ സൈനികന്റെ ദൃശ്യങ്ങളാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. 4 വർഷം പഴക്കമുള്ള വീഡിയോ ആണ് ഇപ്പോഴത്തേത് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. വീഡിയോയ്ക്ക് US ക്യാമ്പസ് പ്രതിഷേധങ്ങളുമായി ബന്ധമില്ല. നാളത്തെ വാർത്തകൾ. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് നാളെ മുതൽ പുനരാരംഭിക്കും. പ്രതിദിന ലൈസൻസ് ടെസ്റ്റുകളുടെ എണ്ണം 30-ൽ നിന്നും 40 ഉയർത്തിയിട്ടുണ്ട്. എറണാകുളം വാഴക്കുളം സെന്റ് ജോർജ് വോളിബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി നാളെ സൗജന്യ വോളിബോൾ പരിശീലന ക്യാമ്പ് നടക്കും. വാഴക്കുളം സെന്റ് ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ക്യാമ്പ്. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് പങ്കെടുക്കാം. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഹജ്ജ് വാക്സിനേഷൻ ക്യാമ്പുകൾ നാളെ മുതൽ ആരംഭിക്കും. നാളെ കോഴിക്കോട് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലും 9-ന് വടകര ജില്ലാ ആശുപത്രി, താമരശ്ശേരി താലൂക്ക് ആശുപത്രി,
കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിൽ വെച്ചും വാക്സിനേഷൻ ക്യാമ്പുകൾ നടക്കും. റീജിയണൽ ക്യാൻസർ സെന്ററിൽ നിർത്തിവെച്ച റേഡിയേഷൻ ചികിത്സ നാളെ മുതൽ പുനരാരംഭിക്കും. സൈബർ ആക്രമണത്തെ തുടർന്നാണ് ചികിത്സ നിർത്തിവെച്ചത്. IPL-ൽ നാളെ മുംബൈ ഇന്ത്യൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള പോരാട്ടം. മത്സരം രാത്രി 7:30. നോക്കാം ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. കിഴക്കൻ യുക്രൈനിലെ ഒച്ചറൈറ്റുൻ ഗ്രാമം റഷ്യൻ സൈന്യം പിടിച്ചെടുത്തു. വാർത്ത പുറത്തുവിട്ട് ക്രെംലിൻ. തെക്കൻ ലെബനനിൽ വീണ്ടും ഇസ്രായേലിന്റെ ആക്രമണം. 3 സാധാരണക്കാർ കൊല്ലപ്പെട്ടു. കെനിയയിൽ മഴക്കെടുതിയിൽ മരണം 228 ഉയർന്നു. വീടുകളും കൃഷിയിടങ്ങളും വെള്ളത്തിനടിയിൽ. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.